ഹലോ, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു BDF ഉണ്ടാക്കാം. ഇനി BDF വാങ്ങാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പം അതിനായി ഒരു 1/2 കിലോയിൽ കൂടുതൽ ബീഫ് എടുത്തിട്ടുണ്ട്. നമ്മൾ BDF ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ നെയ്യില്ലാത്തത് അതുപോലെ എല്ലൊന്നും ഇല്ലാത്ത പീസ് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇത്രയും വലിപ്പത്തിൽ തന്നെ നമ്മളത് വേവിച്ചെടുക്കണം. അത് ചെറിയ പീസൊന്നും ആക്കി എടുക്കരുത്. ഇനിയിപ്പോൾ അത് വേവിക്കുന്നതിന് മുന്നേ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബീഫിൽ വെള്ളമുണ്ട്, എന്നാലും ഇത്തിരി വെള്ളം വേണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ കൂടുതൽ ഒട്ടും വെള്ളം ഒഴിക്കരുത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 8-9 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ പ്രഷറൊക്കെ പോയി ഒരു 80% വെന്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണല്ലോ. നമുക്ക് ഈ വലിയ പീസ് ഓരോന്നും എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് കൂടിയും കുറഞ്ഞും പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ വേവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നുറുങ്ങി പോവുകയും ചെയ്യും. ഇതിപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണേ. ആ ബീഫ് വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അത് കളയരുത്. ഇത്രയും വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇത്രയും എടുത്തിട്ടുണ്ട്. വേവിച്ച വെള്ളം നമുക്ക് ആവശ്യത്തിന് എടുക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പും, പിന്നെ കോൺഫ്ലവർ ഇത്രയും, അതുപോലെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചില്ലി, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വേണം. ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്കിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കണേ, വെള്ളം കൂടി പോകരുത്. അതിന് ശേഷം ബീഫിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. ഇതിപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഉറപ്പായിട്ടും ഫ്രിഡ്ജിൽ വയ്ക്കണേ, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് എല്ലാം പിടിച്ചിരിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതെ ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം മറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അടുത്ത ട്രിപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇനി അതിന് ശേഷം ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കതും കൂടി കോരിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കായപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള BDF റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് തിന്നുകൊണ്ടിരുന്നോളും. എല്ലാവർക്കും ഇഷ്ടമാകും, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണേ. എന്നാലാണ് മറ്റുള്ളവർക്ക് കൂടി അതുപോലെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വീണ്ടും കിടിലൻ വീഡിയോസുമായി കാണാം. അതുവരേക്കും ബൈ.